നമ്മൾ ഇന്ന് നോക്കുന്നത് ടോട്ടൽ സ്റ്റേഷനിൽ നിന്നും USB ഡ്രൈവിലേക്ക് എങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം എന്നതാണ്. അതിനായി മെയിൻ മെനുവിൽ നിന്നും ട്രാൻസ്ഫർ സെലക്ട് ചെയ്യുക. അതിനുശേഷം വരുന്ന മെനുവിൽ നിന്നും ടോട്ടൽ സ്റ്റേഷനിൽ നിന്നും USB ഡ്രൈവിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായി എക്സ്പോർട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനു മുന്നേ നമ്മൾക്ക് USB ഡ്രൈവ് ഇൻസർട്ട് ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ടാണ് USB ഡ്രൈവ് ഇൻസർട്ട് ചെയ്യുന്ന സ്ഥലം. നമുക്ക് അവിടെ USB ഡ്രൈവ് ഇൻസർട്ട് ചെയ്ത് കൊടുക്കാം. USB ഡ്രൈവ് ഇൻസർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്പ്ലേയിൽ ഒരു നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ്. കണ്ടിന്യൂ പ്രസ് ചെയ്ത് നമ്മൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ടോട്ടൽ സ്റ്റേഷനിൽ നിന്നും USB ഡ്രൈവിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായി എക്സ്പോർട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം വരുന്ന മെനുവിൽ USB സ്റ്റിക്കിലേക്കാണ് നമ്മൾക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുക. ഡാറ്റ ടൈപ്പ്, മെഷർമെൻറ്റ്സ്, ഫിക്സ് പോയിൻറ്റ്സ്, മെഷർ ആൻഡ് ഫിക്സ് പോയിന്റ്. നമ്മൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. നിങ്ങൾ സർവേ ചെയ്ത ഡീറ്റെയിൽ മാത്രം മതിയെങ്കിൽ മെഷർമെൻറ്റ് സെലക്ട് ചെയ്താൽ മതി. അഡീഷണൽ ആഡ് ചെയ്ത ഡാറ്റ കൂടി വേണമെങ്കിൽ മെഷർ ആൻഡ് ഫിക്സ് സെലക്ട് ചെയ്യണം. ജോബ്, നമ്മൾക്ക് ഒരു ജോബ് മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതിയെങ്കിൽ സിംഗിൾ ജോബ് സെലക്ട് ചെയ്യുക. സെലക്ട് ജോബ്, നമ്മൾക്ക് വേണ്ട ജോബ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ USB ഡ്രൈവാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൽ ഏത് ഫോൾഡറിലാണോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തിടേണ്ടത് ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഫോർമാറ്റ്, നമ്മൾക്ക് ഏത് ഫോർമാറ്റിലാണോ ആ ഡാറ്റ വേണ്ടത് ആ ഫോർമാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. AutoCAD ഫയലായി കിട്ടണമെങ്കിൽ നമ്മൾ DXF ആണ് സെലക്ട് ചെയ്യേണ്ടത്. കണ്ടിന്യൂ പ്രസ് ചെയ്താൽ ഡാറ്റ USB ഡ്രൈവിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. ട്രാൻസ്ഫർ മോർ ഡാറ്റ, വേറെ ഡാറ്റകളൊന്നും നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനില്ലെങ്കിൽ നോ പ്രസ് ചെയ്ത് USB ഡ്രൈവ് റിമൂവ് ചെയ്യാവുന്നതാണ്.